إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും നാവും ഹൃദയവും അതിന് സാക്ഷിയായിത്തീരുകയും പരിപൂർണമായ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നിരന്തരമായി നടത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് മക്കയിൽ നിന്ന് ഹാജിമാര് മടങ്ങാൻ ആരംഭിക്കുകയാണ്. ഹജ്ജ് കർമ്മം നിർവഹിച്ചവരോടും ഹജ്ജ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബലികർമ്മം നിർവഹിച്ചവരോടും എല്ലാ ഇബാദത്തുകൾ, ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചവരോടുമായി അള്ളാഹു പറയുന്ന ചില നിർദ്ദേശങ്ങളാണ് സൂറത്ത് അൽ-ബഖറയിലെ 200 മുതൽ 202 വരെയുള്ള ആയത്തുകളിൽ ഊതിക്കൽപ്പിച്ചത്. ഫഇദാ ഖളൈതും മനാസികക്കും, അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ സ്വന്തം പിതാക്കളെ ഓർക്കുന്ന പോലെ, അതല്ല അതിനേക്കാൾ ശക്തമായ നിലയിൽ നിങ്ങൾ അള്ളാഹനെ ഓർക്കണം. വമിനന്നാസി, എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യഖൂൽ, അവൻ പറയുന്നത്, റബ്ബന ആത്തിനാ ഫിദ് ദുനിയ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ അനുഗ്രഹങ്ങൾ നൽകണമേ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല.
വമിൻഹും എന്നാൽ അവരിൽ ചിലർ യഖൂൽ പറയും. വമിൻഹും മൻ യഖൂൽ, മനുഷ്യരിൽ തന്നെ പറയുന്ന മറ്റു ചിലരുണ്ട്. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നല്ലത് നൽകണമേ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് നീ നല്ലത് നൽകണമേ. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. ഉലായിക ലഹും നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയ ഒരു വിഹിതം അവർക്കുണ്ടായിരിക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. മനുഷ്യരിൽ പൊതുവെ രണ്ട് നിലപാടുകാരാണുള്ളത്. ഒന്ന്, അവരാഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമൊക്കെ ദുനിയാവ് മാത്രമായിരിക്കും. റബ്ബന ആത്തിന ഫിദ്ദുനിയ, ദുനിയാവാണ് അവർ ചോദിക്കുന്നതൊക്കെയും. പരലോകമോ ദുനിയാവിലെ ഹസനത്തോ അവർക്ക് ആവശ്യമില്ല. അല്ലാഹ് പറയാണ്, അവർക്ക് ദുനിയാവ് കിട്ടിയേക്കാം, പക്ഷെ പരലോകത്ത് ഒരു ഓഹരിയും അവർക്കില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗമുണ്ട്. അവർ പറയും, ഞങ്ങൾക്ക് ഇഹലോകത്ത് നല്ലത് കൊണ്ട പടച്ചോനെ, ഹസനത്ത് കൊണ്ട പടച്ചോനെ, മാത്രമല്ല പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് കൊണ്ട പടച്ചോനെ, നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കുക പടച്ചോനെ എന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ വിഭാഗം, അവർക്ക് ഒരു വലിയ ഓഹരി അള്ളാഹു നൽകും എന്നാണ്. സഹോദരങ്ങളെ, ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വെറും ദുനിയാവിന്റെ ചിന്തകൾ മാത്രമായി നമ്മൾ ജീവിക്കുന്നതിനപ്പുറം അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം. അതാണ് ദിക്റുല്ലാഹ്. ഫൈദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ്, നിങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നൽകാനുള്ള സന്ദേശം അള്ളാഹനെ ഓർക്കണം എന്നാണ്. മരണം വരെ ഒരു ഹാജി അയാളുടെ മനസ്സ് മുഴുവൻ റബ്ബിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് കണ്ണീരോടുകൂടി തന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവന്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അത് മരണം വരെയുള്ള ദിനങ്ങളാണ്. മരണം വരെയുള്ള ദിനങ്ങളാണ് അവന്റെ മുന്നിലുള്ള വെല്ലുവിളി. കാരണം അല്ലാഹ് പറഞ്ഞത്, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, മനുഷ്യൻ എപ്പോഴും അവന്റെ ഭാവി ജീവിതത്തിൽ ഫുജൂറിലേക്ക് പോകാനാണ് അവന്റെ മനസ്സ് പ്രേരിപ്പിക്കുക. തെറ്റുകളിലേക്കായിരിക്കും മനസ്സ് പ്രേരിപ്പിക്കുക. അപ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരാൾക്ക് മരിക്കുന്നത് വരെ ആ ഒരു ചിന്തയും സൂക്ഷ്മതയുമൊക്കെ നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നിങ്ങൾ മരിക്കുന്നത് വരെ ഈ ഓർമ്മ നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞത്. കഅബയെ തവാഫ് ചെയ്തപ്പോ, സഫക്കും മർവക്കുമിടയിൽ ഓടിയപ്പോ, അറഫയിൽ ഇരുന്ന് ദുൽഹജ്ജ് 9 കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ, മിനയിലെ ടെന്റിൽ ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ഒന്ന് ചെരിഞ്ഞുപോലും കിടക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് മിനയിൽ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടിയപ്പോ, ജംറയിൽ എറിഞ്ഞപ്പോ, മിനയിൽ നിന്ന് 20ഓളം കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തവാഫുൽ ഇഫാദ നടത്തിയപ്പോഴൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിലുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ്, റബ്ബിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അത് മരണം വരെ നിലനിർത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യണം. വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളമായി ദിക്റുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് അബ്ദുല്ലാഹി ഇബ്നു ബശർ എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നൊരു രംഗമുണ്ട്. അദ്ദേഹം പറയാണ്, അന്ന റജുലൻ ഖാൽ യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബബു ബിഹി, ഞാൻ ഒരുപാട് ദുർബലനാണ്. എന്റെ ദുർബലത കാരണം എനിക്ക് പലതും ഭാരിച്ചതായി തോന്നാണ്. പല കാര്യങ്ങളും, മതപരമായ പല കാര്യങ്ങളും എനിക്ക് ഭാരിച്ചതായി തോന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം, ലളിതമായൊരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാനത് മരിക്കുന്നത് വരെ മുറുകെ പിടിക്കാം റസൂലേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി, ലാ യസാലു ലിസാനുക റത്ബൻ ഫീ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിന്റെ നാവ് നനവുള്ളതാകട്ടെ. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ, ദിക്റുകൾ പറയാൻ നാവിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ, അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതിന്റെ നനവ് വറ്റരുത്. ദിക്റ് ചൊല്ലുന്ന സമയത്തുള്ള നാവിന്റെ നനവ് അത് വറ്റരുത്. എപ്പോഴാണ് നാവിന്റെ നനവ് വറ്റ? ഒന്നും പറയാതിരിക്കുമെന്ന് ചൊല്ലാതിരിക്കുമ്പോൾ. അതുകൊണ്ട് ദിക്റ് നിന്റെ നാവിനെ ഏത് സമയത്തും നനച്ചുകൊണ്ടിരിക്കട്ടെ നാം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരം ദിക്റ് ചൊല്ലണമെന്ന് മാത്രം പറയാതെ എന്തൊക്കെ ആരാധനകളുണ്ടോ അത് മുഴുവനും ദിക്റാണ്, ദിക്റുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. അഖിമിസ്സലാത്ത ലിദിക്രി, അല്ല പറയാ, അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തണം, ലിദിക്രി, അത് എനിക്കുള്ള ദിക്റാണ്, എന്നെ ഓർക്കാൻ വേണ്ടിയാണ്. വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിലേക്ക് ജുമാക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ജുമാക്ക് ഓടി വരണം. താമസിയാതെ അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ദിക്റുള്ളയിലേക്ക് നിങ്ങൾ ഓടി വരണം. ഫസ്ഔ ഇലാ ദിക്രില്ലാ. ഇനി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹ് പറയാണ്, നിങ്ങൾ ദിക്റുള്ളയിലേക്ക് നിങ്ങൾ വ്യാപൃതരാവണം. പരിശുദ്ധ ഖുർആനാണ്. സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന ഖുതുബ, നമ്മൾ പങ്കെടുക്കുന്ന നിസ്കാരം, നമ്മുടെ ജുമുഅ, ഇതെല്ലാം ദിക്റുമായിട്ടാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ജുമുഅ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരാകുക, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക. ഹജ്ജും അറഫയും ഒക്കെ ദിക്റുള്ള തന്നെയാണ്. എന്നിട്ടും അത് നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദിക്റുള്ള. എന്തുകൊണ്ട് പറഞ്ഞു? ഫൈദാ അഫ്ളതും മിൻ അറഫാത്തിൻ, അറഫാത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒഴുകി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ് ഇൻദൽ മശ്അരിൽ ഹറാം, മുസ്ദലിഫയിൽ നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. ദിക്റുള്ളയാണ് അവിടെ പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും അയ്യാമു തശ്രീഖ്, അയ്യാമു അഖിലിൻ വശുർബിൻ വദിക്രില്ലാഹ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഹറാമാണ്. അയ്യാമു തശ്രീഖ് ദുൽഹജ്ജ് 11, 12, 13. അയ്യാമു അക്കലിം വശുർബിൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, തിന്നണ്ട കുടിക്കേണ്ട ദിവസമാണ്, നല്ല ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ് അയ്യാമു തശ്രീഖ്. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്, ആ ദിവസങ്ങൾ തിന്നലും കുടിക്കലും മാത്രമല്ല വദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ നിർത്തണം. സഹോദരങ്ങളെ, ദിക്റുള്ള കൊണ്ട് ഉണ്ടാകേണ്ട ഗുണം നമ്മുടെ മനസ്സിന്റെ സജീവതയാണ്, ഹൃദയത്തിന്റെ സജീവതയാണ്, ഹൃദയത്തിന്റെ ഓർമ്മയാണ്. പല ആളുകളും പറയുന്ന ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ ലോകം, ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. കൗമാരക്കാരാവട്ടെ, യുവാക്കളാകട്ടെ, വൃദ്ധരാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, എല്ലാവർക്കും ഒരുപോലെയുള്ള പ്രശ്നം സമാധാനമില്ല എന്നുള്ളതാണ്. മനസ്സിനൊരു സമാധാനമില്ല. ഇത് പറയാത്ത ആരല്ലത് സഹോദരങ്ങളെ? ഒരു സമാധാനം വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. സമാധാനം നഷ്ടപ്പെടാൻ ചെറിയ നിസ്സാര കാരണങ്ങൾ മതി, നിസ്സാര കാരണങ്ങൾ മതി. നമ്മളോട് സാധാരണ ചിരിക്കുന്ന ഒരാൾ ചിരിക്കാതിരുന്നാൽ, സംസാരിക്കുന്ന ഒരാൾ സംസാരിക്കാതിരുന്നാൽ മനസ്സിന് ആകുലത വന്നു, ആശങ്ക വന്നു, സമാധാനം പോയി, നമുക്ക് പല ഫിക്റുകൾ വന്നു, ചിന്തകൾ വന്നു. സമാധാനമില്ലാതെ, സമാധാനം നഷ്ടപ്പെടാൻ കൂടുതൽ കാര്യമൊന്നും വേണ്ട. പക്ഷേ മനസ്സിന് സമാധാനമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഭക്ഷണം കഴിച്ച രുചി അറിയോ? വെള്ളം കുടിച്ചാൽ ദാഹം തീരോ? ജീവിതത്തിന്റെ ഭൗതിക വിശാലത, സൗകര്യങ്ങൾ എത്ര വലുതുണ്ടെങ്കിലും, എത്ര വലിയ റൂമാണെങ്കിലും, റൂം ശീതീകരിച്ച തണുപ്പുള്ള റൂമാണെങ്കിലും, വലിയ മെത്തകളുണ്ടെങ്കിലും, ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. എങ്കിൽ എന്താണ് സമാധാനത്തിന്റെ മാർഗം? സമാധാനം ഹൃദയവുമായിട്ടാ ബന്ധം, അല്ലെ? അവിടെ എപ്പോഴും ശൈത്താൻ ഇങ്ങനെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരും ജിന്നുകളിലും പെട്ട ശൈത്താൻ നമ്മളെ ഹൃദയത്തിൽ സമാധാനത്തെ തകർക്കും, വസ്വാസം ഉണ്ടാക്കും. പല ചിന്തകളിലേക്ക് നമ്മൾ പോകും, നമുക്കുള്ളതൊന്നും പോരാന്ന് തോന്നും,
ഉള്ളതിൽ തൃപ്തി കിട്ടാത്ത മനസ്സ് വരും, സമാധാനം കിട്ടാത്ത മനസ്സ് വരും. സമാധാനം കിട്ടാൻ വേണ്ടി അള്ള എന്തൊക്കെ തന്നിട്ടുണ്ടോ, ലിതസ്കുനു ഇലൈഹ, ഭാര്യ സമാധാനം കിട്ടാനാണ് അള്ള ഖുർആനിൽ പറഞ്ഞത്. പക്ഷെ ഭാര്യയിൽ സമാധാനം ഇല്ലാതിരിക്കുക. സമാധാനം, മസ്കൻ, വീട്, സമാധാനമുള്ള ഇടം, മസ്കൻ, സക്കീനത്ത്, സമാധാനമുള്ള സ്ഥലം, വീട്. ആ വീട്ടിൽ സമാധാനമില്ല, ഇങ്ങനെ ജീവിക്കുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അള്ളാഹു പറയാണ്, സമാധാനം എന്ന് പറയുന്നത് അത് ഭൗതിക വിഷയങ്ങളിൽ മാത്രമായി നിങ്ങൾ വെക്കല്ലേ. നേരത്തെ പറഞ്ഞല്ലോ, മിനന്നാസി മയ്യഖുൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. സമാധാനം തിരിച്ചു കിട്ടും. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, ഈമാനുണ്ടോ വിശ്വാസികൾക്ക്, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ബിദിക്രില്ലാഹ്, ദിക്റുള്ള കൊണ്ടാണ്. അലാ, അറിയണം, ബിദിക്രില്ലാഹ്, ദിക്റുള്ള കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഅദിലെ ആയത്താണ് സഹോദരങ്ങളെ. എന്താണ് അല്ലാഹ് ഈ പറഞ്ഞത്? ദിക്റുള്ള കൊണ്ട് സമാധാനം കിട്ടണം. നമ്മൾ മനുഷ്യൻ പല സമാധാനത്തിന് പല മാർഗങ്ങളെ തേടുക. ചില ആൾക്കാർ സംഗീതം, ചില ആൾക്കാർക്ക് മ്യൂസിക്, ചില ആൾക്കാർക്ക് വിനോദം. ഇങ്ങനെ ദുനിയാവിന്റെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആണ് പലരും സമാധാനം തേടുന്നത്. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളിലല്ല. നല്ല ജോലി കിട്ടിയ മക്കൾക്ക്, നല്ല ശമ്പളമുണ്ട്, വല്ലാത്തൊരു സമാധാനം. മക്കള് വലിയ ശമ്പളമൊന്നുമില്ല, ജോലി വലിയ ജോലിയൊന്നുമല്ല, എന്നാലും 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നുണ്ട്. 5 നേരം നിസ്കരിക്കണ മക്കളാ, അനുസരണമുള്ള മക്കളാ. അതിൽ സമാധാനമില്ല, അതിൽ സമാധാനമില്ല. സമാധാനം എവിടെ? ദുനിയാവിൽ ദുനിയാവ് കാണുമ്പോ, ദുനിയാവ് കിട്ടുമ്പോ മാത്രം സമാധാനം. ആഖിറത്തിന്റെ കാര്യത്തിൽ സമാധാനം ഇല്ല. അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹു പറയുന്ന കാര്യം അതാണ്. ദിക്റുള്ള കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടേണ്ടത്. പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെ വിഷയമുണ്ടോ സമാധാനം തകർക്കണ? കടാണോ പ്രശ്നം? കടമാണോ? സാമ്പത്തിക ബാധ്യതയാണോ? കടബാധ്യതയാണോ സമാധാനം ഇല്ലാതായത്? എങ്കിൽ സമാധാനം കടം തീർക്കാൻ വേണ്ടി പിന്നെ വേറെ കടം വാങ്ങി, അത് തീർക്കാൻ വേണ്ടി വേറെ കടം വാങ്ങി, പിന്നെ വേറെ കടം വാങ്ങി, അങ്ങനെ കുറെ കടക്കാരായി. പിന്നെ ആർത്തി വന്നു, അത്യാഗ്രഹം വന്നു, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വന്നു. എല്ലാം കൂടി കൊണ്ടുപോയി സ്ഥലത്ത് നിക്ഷേപിച്ചു. നിക്ഷേപകൻ മുങ്ങി. അയാൾക്ക് കൊടുത്തതൊക്കെ 10,000 കുറെ ആൾക്കാർ കൊടുത്തു. അയാൾക്ക് കോടികൾ കിട്ടി, അയാൾ മുങ്ങി. പിന്നെ അഭിമാനം, നാണക്കേട്, ഭയന്നിട്ട് ആരും മിണ്ടിയില്ല. 10,000 അല്ലേ പോയിട്ടുള്ളൂ, മിണ്ടണ്ട ഒരാള്. അങ്ങനെ 100 ആള് 10,000 മിണ്ടണ്ടെന്ന് തീരുമാനിച്ചു. കിട്ടിയവന് വലുത് കിട്ടിയവൻ മുങ്ങി. അപ്പോ അത്യാഗ്രഹം വന്നു. കടം വീട്ടണം, കടം പെട്ടെന്ന് വീട്ടണം, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതിനെന്ത്? ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ചെയ്തു. ഹറാമ് നോക്കി, ഹലാല് നോക്കിയില്ല. നോക്കൂ നിങ്ങൾ, കടബാധ്യതകളുണ്ട്. എന്താ ചെയ്യേണ്ടത്? അത്യാവശ്യത്തിന് കടം വാങ്ങിയതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ദൂർത്ത് കുറക്കുക, ദൂർത്ത് കുറക്കുക, അനാവശ്യമായ കാര്യങ്ങൾ കുറക്കുക, വീണ്ടും വീണ്ടും കടബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഒരു ദിക്ർ പഠിപ്പിച്ചല്ലേ, ഒരു ദിക്ർ, ആ ദിക്ർ നിങ്ങൾ പറയ്. മലയോളം കടങ്ങളുണ്ടെങ്കിൽ അത് വീടിത്തരുന്ന ഒരു സഹാബിനോട് പറഞ്ഞത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ദിക്ർ ചൊല്ല്. ഇത് അല്ലാഹ് പഠിപ്പിച്ച ദിക്റാ. ഈ ദിക്ർ ചൊല്ല്, നിന്റെ കടം വീടിക്കിട്ടും. ദുനിയാവ് പിന്നെയും കടം വീടണമെന്ന് ആഗ്രഹിച്ച് വേറെ വഴിക്ക് പോയിട്ടില്ല. ജീവിതം പരമാവധി ലഘൂകരിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരമാവധി ചെലവ് ചുരുക്കി ജീവിച്ച് ഈ ദിക്ർ പതിവാക്കി. സ്വഹാബി സാക്ഷ്യപ്പെടുത്ത സ്വഹാബി പറയാണ്, ഞാൻ ഈ ദിക്ർ ചൊല്ലൽ തുടങ്ങി, എന്റെ കടബാധ്യതകളെല്ലാം വീടിന. അദ്ദേഹം സാക്ഷ്യപ്പെടുത്ത ഈ ദിക്ർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദിക്റില്ലാത്തവൻ മരിച്ചവനെ പോലെയാണെന്ന് റസൂൽ പഠിപ്പിച്ചത്. ദിക്റില്ലാത്തവൻ മരിച്ചവനെ പോലെ. ലാ യദ്കുറു റബ്ബഹു മതലുൽ ഹയ്യി വൽ മയ്യിത്ത്. ദിക്റുള്ളവനെ ജീവനുള്ളവനെ പോലെയാണ്. എന്താ കാരണം? ഫദ്കുറൂനി അദ്കുറുക്കും. അല്ലാഹ് പറയണത്, അല്ലാഹ് പറയാണ്, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കി, എനിക്ക് ദിക്ർ പറയും, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും.
അള്ള നമ്മളെ ഓർക്കും, നമ്മളെ കാര്യം അള്ള ശ്രദ്ധിക്കും, നമ്മളെ പ്രശ്നങ്ങൾക്ക് അള്ള പരിഹാരം നൽകും. എന്ത് വേണം? നമ്മൾ അള്ളാനെ മറക്കരുത്. ഫദ്കുറൂനി, അള്ള പറയാം, നിങ്ങൾ എന്നെ ഓർക്കി, ഞാൻ നിങ്ങളെ ഓർക്കും. ഫഷ്കുറൂലി വഷ്കുറൂലി, നിങ്ങൾ നന്ദി കാണിക്കുക, വലാ തക്ഫുർ, നന്ദി കേട് കാണിക്കല്ലേ. മാത്രല്ല ദിക്ർ വർദ്ധിപ്പിക്ക്, പാപങ്ങൾ അള്ള പുറത്തു തരും. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ. ദിക്ർ ധാരാളം ചൊല്ലുന്ന ആണിനും പെണ്ണിനും അല്ലാഹു മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനോളം വലിയതായിട്ടൊന്നുമില്ല. മാ അമില ആദമിയുൻ അമലൻ ഖത്ത് അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ. ദിക്റുള്ളയോളം നരകത്തിന് രക്ഷപ്പെടാൻ പറ്റും മറ്റൊന്നുമില്ല. അല്ലാഹു തആല തട്ടിമാറ്റൂല എന്നാ പറഞ്ഞത്. പ്രാർത്ഥന, ദിക്ർ ചെല്ലുന്നവന്റെ പ്രാർത്ഥന, സലാത്തുൻ ലാ യറുദ്ദു ദുആഹും. അല്ലാഹ് 3 വിഭാഗത്തിന്റെ ദുആ തട്ടിമാറ്റൂല, അള്ളാഹ് കേൾക്കാതിരിക്കൂല. അതിൽപ്പെട്ട ഒന്നാണ് അസ്സാകിരീന അല്ലാഹ കസീറ. അള്ളാഹ്ക്ക് ധാരാളം ദിക്ർ പറയുന്നവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഹൃദയത്തിന് വെളിച്ചം കിട്ടുന്ന കാര്യമാണ്, സമാധാനം കിട്ടുന്ന കാര്യമാണ് ദിക്റുല്ലാ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ലികുല്ലി ഷൈഇൻ ജലാ, എല്ലാ വസ്തുക്കൾക്കും ഒരു വെളിച്ചമുണ്ട്. ഫഇന്ന ജലാഅൽ ഖുലൂബി ദിക്റുല്ലാഹി അസ്സ വജൽ. ഹൃദയത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്. 2 അറാബികൾ നബിയുടെ അടുക്കൽ വന്നു. 2 അറാബികൾ നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ ആരാണെന്ന്. റസൂൽ പറഞ്ഞു, തൂബാ ലിമൻ ത്വാല ഉംറഹു വഹസുന അമലുഹു. ദീർഘായുസ് കൊടുത്തു അല്ലാഹ്, എന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ ആയുസ്സിൽ ചെയ്തു, അവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും നല്ലവൻ. മറ്റാൾ ചോദിച്ചു, അയ്യുൽ അമലി ഖൈർ, എങ്കിൽ ഏറ്റവും ഖൈറായ അമലെന്താണ് റസൂലേ? റസൂൽ പറഞ്ഞു, അൻ തുഫാരിക ദുനിയാ വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാ. നീ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ, ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞ് നിന്റെ മരണം സംഭവിക്കുമ്പോ, അൻ തുഫാരിക ദുനിയാ വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാ, അല്ലാഹനെ കുറിച്ചുള്ള ആ ദിക്ർ, അതിന്റെ നനവ് ഒരിക്കലും നാവിൽ വറ്റിയിട്ടില്ല. ആ നനവോടുകൂടി മരിച്ചു പോകാൻ നിനക്ക് പറ്റുകയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ അറാബിക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. മരണസമയം നമ്മുടെ നാവിന്റെ നനവ് വറ്റിപ്പോവുകയും തൊണ്ട വരണ്ടു പോവുകയും ചുണ്ട് മാത്രം നനച്ചു തരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കുടം വെള്ളം വായിലേക്ക് ഒഴിച്ചു തന്നാലും തീരാത്ത ദാഹമാണ് മരണസമയത്തെ ദാഹം. ആ സമയത്ത് പലപ്പോഴും നമുക്ക് ചുണ്ടിൽ നനച്ചു തരുന്ന വെള്ളം കിട്ടുള്ളൂ. ആ തൊണ്ട വരണ്ടുപോയി, നനവില്ലാതെ തൊണ്ട വരണ്ടുപോയി, നാവ് വരണ്ടുപോയി, നമ്മൾ ഏറ്റവും വലിയ അഫ്ളലായ ദിക്ർ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന സമയം. സുബ്ഹാനല്ലാഹ്, ഏറ്റവും അഫ്ളലായ ദിക്ർ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തൊണ്ട വരണ്ട്, നാവ് വരണ്ട്, ആ ദിക്ർ ചൊല്ലാൻ കഴിയാതെ മരിച്ചുപോയാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം തീർന്നു. അതുകൊണ്ട് ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത് എപ്പോഴും ഏറ്റവും അഫ്ളലായ ദിക്ർ, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലാൻ നമുക്ക് പറ്റണം. അത് ആ സമയത്ത് മാത്രം ചൊല്ലാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി രാവും പകലും ദിക്റുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് അങ്ങനെ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലു ദിക്ർ അവസാനമായി ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെക്കുറിച്ച് സൂക്ഷ്മതയോടെ അറിവോടെ ജീവിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുനിയാവിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓർത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ കണ്ണ് പല സന്ദർഭങ്ങളിലും നനഞ്ഞു പോയിട്ടുണ്ട്. കണ്ണിൽ നിന്ന്
പല സന്ദർഭങ്ങളിലും ദുനിയാവിലെ വിഷമങ്ങൾ ഓർത്ത് കണ്ണീര് വന്നിട്ടുണ്ട്. ദുനിയാവിലെ പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോ, വേദനകൾ അനുഭവിച്ചപ്പോ പലപ്പോഴും നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ദിക്റുള്ള കൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് നമ്മളെ കണ്ണൊന്ന് നിറഞ്ഞാൽ, നമ്മളെ മനസ്സൊന്ന് പെടഞ്ഞാൽ, ഒന്ന് വേദനിച്ചാൽ, സഹോദരങ്ങളെ, നമുക്ക് പരലോകം രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചെറുപ്പക്കാരൻ അല്ലാഹു നാളെ പരലോകത്ത് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഹാലിയൻ വഫാദത്ത് ഐനാഹു. ഏകനായിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെക്കുറിച്ചോർത്ത് കണ്ണ് നിറച്ചവൻ, വഫാദത്ത് ഐനാ, കണ്ണ് നിറഞ്ഞ് വെള്ളമൊഴുക്കിയവൻ. ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കും, നമ്മൾ സങ്കടം പറയും, വിഷമങ്ങൾ കൂട്ടുകാരോട്, ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയും. ചില ആൾക്കാർ ആരോടും സങ്കടങ്ങൾ പറയില്ല. അങ്ങനെ ഉണ്ടാവരുത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ, അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ മനസ്സിൽ വിഷാദ രോഗം വന്ന് പല അബദ്ധങ്ങളും മനുഷ്യന്മാർ ചെയ്തു പോകും. പല അപകടങ്ങളും, കാലാകാലത്തേക്ക് ഈമാൻ നഷ്ടപ്പെട്ട് കാലാകാലം നരകശിക്ഷ അനുഭവിക്കുന്ന ആത്മഹത്യയിലേക്കൊക്കെ മനുഷ്യന്മാർ എത്തിപ്പോകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ അത് ചെയ്യാം. അപ്പൊ എത്ര സങ്കടങ്ങൾ വന്നാലും, എത്ര വിഷമങ്ങൾ വന്നാലും, നമ്മളെ മനസ്സിനെ നൊമ്പരപ്പെടുന്ന ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്ന് റബ്ബുമായിട്ടൊന്ന് സംസാരിക്കുക. നമുക്ക് റബ്ബിൽ പ്രതീക്ഷയില്ല. നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനിൽ ഉള്ള പ്രതീക്ഷ പോലും റബ്ബിലില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സ്വന്തം കൂട്ടുകാര്, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാര്, ആ ആളുകളിലുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്ക് റബ്ബിലില്ല. പിന്നെ നമ്മളും റബ്ബും തമ്മിൽ എന്താ ബന്ധം? എന്റെ ഈ പ്രതിസന്ധി നീക്കാൻ എന്റെ റബ്ബിന് കഴിയും. ഞാൻ എന്റെ റബ്ബിനോട് പറയട്ടെ, എന്റെ റബ്ബുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അതാണ് ദിക്ർ. അങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമ്മുടെ സങ്കടങ്ങളും വേവലാതികളും റബ്ബിനോട് നമ്മൾ പറയുകയാണെങ്കിൽ അത് റബ്ബ് നിർവഹിച്ചു തരുമെന്ന് മാത്രമല്ല, പരലോകത്ത് നമുക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് ഇബാദത്തുകളും, ഹജ്ജ് പോലെയുള്ള മഹത്തരമായ ഇബാദത്തുകൾ അടക്കം ഏത് സമയത്തും നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിക്കാനാണ്. കാരണം എപ്പോഴാണ് നമ്മൾ മരിക്കാന്നറിയില്ല. ഏത് സമയത്ത്, ഏത് നാട്ടിൽ, ഏത് മണ്ണിൽ വെച്ച്, ഏത് ഭൂമിയിൽ വെച്ച്, ഏത് രാവിൽ, ഏത് പകലിൽ നമ്മൾ മരിക്കുമെന്നറിയില്ല. ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ല. ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടി, ആ ദിക്റോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നിരന്തരമായി അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക ദഅവാ രംഗത്ത്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉജ്ജ്വലമായ ശബ്ദത്തിന്റെ ഉടമയാണ് ബഹുമാനനായ മുജാഹിദ് ബാരിശ്ശേരി. അദ്ദേഹം കുറെ നാളുകളായി ശാരീരികമായ വലിയ പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരല്പം പ്രയാസകരമായ രോഗാവസ്ഥയുണ്ട്. നാളെ കോയമ്പത്തൂർ ഒരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് തൗഹീദ് കിട്ടിയ, ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞ, ഒരുപാട് അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാനായ, അറിയപ്പെട്ട ഒരുപാട് ഈ രംഗത്ത് ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുജാഹിദ് ബാരിശ്ശേരി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് തൗഹീദിന്റെ ശബ്ദം ഉറക്കെ പറയാനുള്ള ശാരീരികമായ സൗഖ്യവും അതിനുവേണ്ട ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ കാരണവനായ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കാരണവരായ ഫൈസി പടി അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഒരുപാട് ഗുരുനാഥന്മാരുടെ ഗുരുനാഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻകും വൽ അംവാസ് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി
واشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.